ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപാസനം ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അനേകം പേർക്ക് ഇപ്പോഴും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃപാസനം ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവരും യാതൊരു പ്രയാസങ്ങളും കൂടാതെ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് വരുവാനായിട്ട് സഹായകരമാകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ പലപ്പോഴും കൃപാസനത്തിൽ ചെന്നാൽ എന്താണ്, എവിടെയാണ് ചെയ്യുക, എന്തൊക്കെ ചെയ്യണം എന്നറിയാതെ വിഷണരായി നിൽക്കുന്ന അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും, എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ കിട്ടും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അങ്ങനെ അവരും പ്രയാസം ഇല്ലാതെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ബസ്സിനാണ് വരുന്നതെങ്കിൽ കൃപാസനത്തിന് മുമ്പിൽ തന്നെ ബസ് നിർത്തുന്നതാണ്. മുൻപ് കലവൂർ ജംഗ്ഷനിലായിരുന്നു ബസ് നിർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ KSRTCയുടെ എല്ലാ ബസ്സുകളും വോൾവോ വരെ ഇവിടെ നിർത്തി തരുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ആവശ്യം അവരും പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ KSRTCയുടെ എല്ലാ ബസ്സുകളും നിർത്തും. ഇനിയിപ്പോൾ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ, ട്രാൻസ്പോർട്ട് ബസ്സിനാണ് വരുന്നതെങ്കിൽ കഞ്ഞിക്കുഴിക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഈ സ്ഥലം കലവൂർ ജംഗ്ഷനിലാണ് എന്ന് കരുതി കലവൂർക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇങ്ങോട്ട് 50 രൂപ കൊടുത്ത് വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേർത്തലയ്ക്കുള്ള ബസ്സിൽ കയറി കഞ്ഞിക്കുഴിക്കുള്ള ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തൃശ്ശൂർ ഭാഗത്ത് നിന്ന് നമ്മൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കുക. കൃപാസനം കലവൂർ ഹോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റേഷനുണ്ട് പാസഞ്ചർ ട്രെയിൻ നിർത്തുന്നത്. പാസഞ്ചർ ട്രെയിനിൽ വരികയാണെങ്കിൽ അവിടെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓട്ടോ പിടിച്ച് കൃപാസനത്തിലേക്ക് വരേണ്ടി വരും. അത് ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കുക. ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അതിന് പുറത്ത് നിന്നും കൃപാസനത്തേക്ക് കലവൂർക്ക് ബസ് കിട്ടും. പ്രൈവറ്റ് ബസ്സാണ്. അതുകൊണ്ട് കലവൂർക്ക് കിട്ടുകയുള്ളൂ, കലവൂർ ജംഗ്ഷനിലേക്ക്. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ ഓട്ടോ പിടിച്ച് വരേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ജോസ് ആലുക്കാസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അല്പം നടന്ന് KSRTC ബസ് പിടിക്കുകയാണെങ്കിൽ കഞ്ഞിക്കുഴിക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ള ഹാളിലാണ്. ഇവിടെ നിരവധി കൗണ്ടറുകൾ കാണാം. ഈ കൗണ്ടറുകൾ ഓരോന്നും നമുക്ക് നേർച്ച വസ്തുക്കളായ ജപമാല, കൊന്ത, കാശുരൂപം, മെഴുകുതിരികൾ, ബൈബിൾ, കൃപാസന മാതാവിൻ്റെ ഫോട്ടോ, കൃപാസന മാതാവിൻ്റെ ചിത്രങ്ങൾ തുടങ്ങിയ ലഭിക്കുന്ന നേർച്ച വസ്തുക്കളായ കൃപാസനം ഉപ്പ്, തേൻ എന്നിവയെല്ലാം ഇവിടെയാണ് കിട്ടുക. ഇവിടെ നമുക്ക് തിരക്കൊഴിവാക്കാനായിട്ട് 3-4 കൗണ്ടറുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരക്കുണ്ടാവുമല്ലോ എന്ന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി പോകാവുന്നതാണ്. ഇതാണ് കൃപാസനം മെയിൻ ഹോള്. ഈ ഹോളിൽ കൃപാസനം മാതാവിൻ്റെ ഒരു വലിയ രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർ വന്ന് പ്രാർത്ഥന ചൊല്ലി ആ രൂപത്തിൻ്റെ അവിടുന്ന് പ്രാർത്ഥിച്ച്
കൃപാസനം മാതാവിൻ്റെ ഒരു ചെറിയ രൂപം പ്രദക്ഷിണമായിട്ട് കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് ഉടമ്പടി എടുക്കേണ്ടതുണ്ട്. ഉടമ്പടി എവിടെയാണ് എടുക്കുക? ഉടമ്പടി ഈ ഹോളിൻ്റെ പിന്നിൽ മെയിൻ ഹോളുണ്ട്, അതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് കൗണ്ടറുകളുള്ളത്. അവിടെ കൃപാസനം ഉടമ്പടി പുതിയതായിട്ട് എടുക്കാൻ ഉടമ്പടി എടുക്കുന്ന സ്ഥലം എന്ന ബോർഡോട് കൂടിയിട്ടുള്ള ഒരു കൗണ്ടറുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ആകെ 3 സമയത്തായിട്ടാണ് കൃപാസനം ഉടമ്പടിയുടെ ഒരു ക്ലാസ് ഉണ്ട്. ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ് എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് കൃപാസനം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ശേഷം ചെയ്യേണ്ടത്, നമ്മൾ എടുക്കുന്ന ഓരോ നിയോഗ ഉടമ്പടി പെട്ടെന്ന് സാധ്യമാകാനായിട്ട് നമ്മൾ കുറച്ച് ത്യാഗത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് രോഗികളെ സന്ദർശിക്കുക, അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക, ബൈബിൾ വായിക്കുക, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, കൃപാസനം പത്രം അത് ലഭിക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവരും കൃപാസന മാതാവിനെ കുറിച്ച് അറിയുവാനും അവരും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ഒരു ക്ലാസ്സാണ്. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരും. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ കൃപാസനം മെഴുകുതിരി ലഭിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് അവർ പറയും ഇന്ന കൗണ്ടറിലാണ് പോകേണ്ടതെന്നുള്ളത്. ആ കൗണ്ടറിൽ ചെന്ന് നമുക്ക് അവിടെ നിന്ന് കൃപാസനം വെഞ്ചരിച്ച മെഴുകുതിരി ലഭിക്കും. ആ വെഞ്ചരിച്ച മെഴുകുതിരി വാങ്ങിയതിന് ശേഷം നമ്മൾ മുൻഭാഗത്തുള്ള മെയിൻ ഹോളിലേക്ക് വരും. നമ്മുടെ കൂടെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത മറ്റുള്ള വ്യക്തികളും കൂടെ ഉണ്ടാവും. അങ്ങനെ മെയിൻ ഹോളിൽ ആ വലിയ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്ക് പ്രദക്ഷിണമായിട്ടാണ് പോവുക. ഉടമ്പടി മാതാവിനെ കൈകളിൽ വഹിച്ചുകൊണ്ട് ധൂപം, മണി, മുത്തുക്കുട, വിളക്ക് എന്നിവയെല്ലാം ആയിട്ടാണ് പ്രദക്ഷിണമായിട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കൃപാസന മാതാവ് മുത്തുകുട, മണി, ധൂപം ഇവയെല്ലാം പിടിക്കാനായിട്ട് ഒരു നറുക്ക് ഇട്ടാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുക. അതിൽ മാതാവിനെ ലഭിക്കുന്നവർക്ക് വളരെ ഭാഗ്യമുള്ളതായിട്ടാണ് കരുതുക. കാരണം കൃപാസനം അമ്മയെ പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകാൻ ലഭിക്കുന്ന ഒരു അപൂർവ അവസരം അത് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നറുക്കെട്ടെടുത്ത് അവരുടെ കയ്യിൽ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ കൊടുക്കും. അതിന് ശേഷം അവിടെ നിന്ന് മാതാവിൻ്റെ പാട്ട് പാടി കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഉടമ്പടി പേടകത്തിൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഉടമ്പടി തൈലം കാശ് രൂപം അവിടെയുള്ള സിസ്റ്റേഴ്സ് നമുക്ക് തരിക. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഉടമ്പടി പത്രം, ടോക്കൺ, അതുപോലെ തന്നെ കൃപാസനം പ്രാർത്ഥന പുസ്തകം എന്നിവയെല്ലാം ഒരു നിശ്ചിത ഓർഡറിലാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊറയിൽ നിക്ഷേപിക്കേണ്ടത്. അതിനെക്കുറിച്ച് കൃപാസനം ഉടമ്പടി ഈ പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവർ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരും. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസങ്ങളും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുക. ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് സിസ്റ്റേഴ്സ് നമുക്ക് തൈലവും കൃപാസനം വെഞ്ചിരിച്ച കാശുരൂപം തരിക. ഈ തൈലം നമ്മൾ അവിടെ 7 നിലവിളക്കുണ്ട്. ആ 7 വിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം തൈലം ഒഴിച്ച് നമ്മൾ ഓരോ തിരി കത്തിക്കും. അങ്ങനെ എല്ലാവരും ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാവരും തിരികൾ തെളിയിച്ചതിന് ശേഷം അവിടെ കൃപാസനം മരിയൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവിടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ
ഉടമ്പടി പത്രിക 6 നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള ഉടമ്പടി പത്രിക 6 മടക്കിയിട്ടുണ്ടാവും. അത് ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കുന്നത്. അതിന് ശേഷം കൃപാസന മാതാവിനെ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ ഉടമ്പടി പ്രകാരം നമ്മുടെ വീട്ടിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ക്ലാസ്സിൽ കേട്ടതുപോലെ നിവർത്തിക്കുക. കൃപാസന മാതാവ് അലിവുള്ള അമ്മയാണ്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അറിയുന്ന അമ്മയാണ്. അമ്മയോട് നമ്മൾ മാധ്യസ്ഥം തേടുന്നു. അമ്മ തൻ്റെ തിരുക്കുമാരിൽ നിന്ന് അവ നമുക്ക് വാങ്ങി തരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഇതിൽ മറ്റു ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. എത്രയോ ലക്ഷം ആൾക്കാരാണ് ഇതിനോടകം തന്നെ ഈ ധ്യാന കേന്ദ്രം സന്ദർശിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ നിവർത്തിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ ഓരോ ദിവസം കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അത്ഭുതകരമായ വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും രക്ഷയുടെയും സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യങ്ങൾ വെറുതെ പറയുന്നതല്ല, അവരുടെ ഹൃദയത്തിൽ തട്ടി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അത് കേൾക്കുക വഴി നിരവധി ആളുകൾക്ക് വിശ്വാസം കൂടുതൽ തീക്ഷ്ണമാവുകയും അവർക്കും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുക എന്നതിലൂടെ ലഭിക്കുന്നത്. ഇത് നിത്യാരാധന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഉടമ്പടി ഒരു തവണ പുതുക്കിയവർക്കാണ് ആ നിത്യാരാധന കേന്ദ്രത്തിനുള്ളിലേക്ക് പോകുവാനുള്ള അവസരം. അത് ഉടമ്പടി പുതുക്കണമെങ്കിൽ ഉടമ്പടി പുതുക്കാനുള്ള കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടോക്കൺ എടുത്ത് നമ്മൾ ഉടമ്പടി പുതുക്കാനുള്ള ആ ഹോളിലേക്ക് പോകണം. അതായത് ഈ കൗണ്ടുകൾ ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിലുള്ള ഹോളാണ് ഉടമ്പടി പുതുക്കാനുള്ളത്. പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർ 3ാമത്തെ നിലയിലാണ് അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. ഉടമ്പടി പുതുക്കാനുള്ളവർ 1ാമത്തെ നിലയിലും ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർ അതിന് മുകളിലത്തെ നിലയിലുമാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഉടമ്പടി പുതുക്കിയവർ ഇവിടെ വന്ന് ഉടമ്പടി വാചകം പ്രതിജ്ഞ എടുത്ത് അതിനു മുമ്പിൽ ഈ കാണുന്ന കുരിശിൽ ഉടമ്പടി തൈലം ഒഴിച്ച് തിരി തെളിയിച്ച് ഉടമ്പടി പുതുക്കി പോകുന്നു. അതാണ് ആ പ്രോസസ്സ്. ധാരാളം ഭക്തജനങ്ങളാണ് ദിവസവും ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത്. മറ്റൊരു കാര്യം, ഉടമ്പടി എല്ലാ ദിവസവും നമുക്കിപ്പോൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മറ്റത് ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനും ഉടമ്പടി പുതുക്കുവാനുമുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ആശീർവാദം സ്വീകരിക്കാൻ മുൻപ് ഉടമ്പടി ഒരു തവണയെങ്കിലും പുതുക്കിയവർക്കായിരുന്നു അതിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഉടമ്പടി പുതുക്കാത്തവർക്കും അതിനുള്ള സന്ദർഭമുണ്ട്. പക്ഷേ നമ്മളുടെ ആവശ്യം വ്യക്തമായിരിക്കണം. നമ്മുടെ ആവശ്യം ഉടനെ പരിഗണിക്കേണ്ടതായിരിക്കണം. അതായത് ഒരു സർജറി നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ തകർച്ചയുടെ വാക്കിലാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കാരണം വ്യക്തമായിരിക്കണം. ചെറിയ കാരണങ്ങൾക്കൊന്നും അച്ഛനെ ഓടിച്ചെന്ന് കാണാൻ പറ്റുകയില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് അച്ഛനെ കാണുവാനായിട്ട് ടോക്കൺ എടുക്കണം. അത് കൃപാസനം മെയിൻ ഹാളിൻ്റെയും മുൻ ഹാളിൻ്റെ നടുക്ക് ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരോ ഉണ്ടാവും. അവർക്ക് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കാണിക്കണം. ഹോസ്പിറ്റലിൽ സർജറി മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ രോഗത്തിൻ്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ കത്ത്, അതായത് നമ്മളുടെ കാര്യം അത്യാവശ്യമാണ് അച്ഛനോട് ഉണർത്തിക്കേണ്ടത് എന്ന് കാണിക്കാനുള്ള രേഖകളാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രോഗിയാണെങ്കിൽ രോഗിയുടേതായ രേഖകൾ നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കണം.
അവ കാണിച്ച് അച്ഛനോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ നമുക്കൊരു ടോക്കൺ തരും ജോസഫച്ചനെ കാണാനായിട്ട്. അങ്ങനെയാണ് നമുക്ക് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ്റെ കൈവയ്പ്പ് ആശീർവാദം സ്വീകരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനുള്ള ഈ സൗകര്യം കാരണം കൊണ്ട് നമുക്ക് യാതൊരു തിക്കും തിരക്കും കൂട്ടേണ്ട ഒരു കാരണവുമില്ല. എല്ലാവർക്കും അധികം വൈകാതെ തന്നെ ഉടമ്പടി എടുത്ത് പോകാനുള്ള സൗകര്യമാണ് ഇതിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ വരുന്നവർ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെ വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് കാരണം നമ്മുടെ യുക്തിക്ക് അതീതമായ പ്രവർത്തനങ്ങളാണ് ദൈവം നടത്തുന്നത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം എന്നാണ് ബൈബിൾ വചനം. വൈദ്യശാസ്ത്രം തോൽക്കുന്ന പല സന്ദർഭങ്ങളും ദൈവം ഇടപെടുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ പോലും അപ്രത്യക്ഷമായ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ഒരു ലിമിറ്റുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ലിമിറ്റില്ല. അതാണ് മനുഷ്യൻ ദൈവം തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴും നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ അഹങ്കരിക്കാറുണ്ട്. ഏത് രോഗങ്ങൾക്കും മരുന്നുണ്ട്, എന്ത് രോഗവും നമുക്ക് മാറ്റാം, ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് പോയാൽ നമുക്ക് രോഗങ്ങൾ മാറ്റാം. പക്ഷേ അതിന് പോലും ഒരു ലിമിറ്റുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതാണ് കൃപാസനം ഉടമ്പടി പേടകത്തിനടുത്തേക്ക് വരുന്ന കൃപാസന മാതാവിൻ്റെ പ്രദക്ഷിണമാണ്. കൃപാസനം മാതാവിനെ വഹിച്ചിട്ടുള്ള വ്യക്തി മുത്തുകുട, ധൂപം, അതുപോലെ തന്നെ മണി എന്നിവ ആഘോഷപൂർവ്വമാണ് കൃപാസനം ഉടമ്പടി പേടകത്തിനടുത്തേക്ക് വരുന്നത്. ഇവരെല്ലാം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുള്ളവരാണ്. ഉടമ്പടി പേടകത്തിന് അവിടെ ചെന്ന് ഉടമ്പടി വിളക്ക് തെളിയിച്ച് ഉടമ്പടി പ്രതിജ്ഞ ചെയ്ത് ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകാൻ ഉള്ളവരാണ് ഇവർ. ഇവരൊരു ഗ്രൂപ്പായിട്ട് വരും. അവരുടെ പ്രാർത്ഥനയും ഉടമ്പടി എടുക്കലും കഴിയുമ്പോഴാണ് അടുത്ത ഗ്രൂപ്പ് ഉടമ്പടി പുതുക്കാനായിട്ട് ഇതുപോലെ പ്രദർശനമായിട്ട് വരിക. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എത്ര ആൾക്കാർ ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ അവർക്കെല്ലാം അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. അതായത് 20 വർഷം 30 വർഷം ഒക്കെ ആയിട്ട് കുട്ടികളില്ലാത്ത വ്യക്തികൾക്ക് കുട്ടികളെ ലഭിച്ച അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ പലതും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പരീക്ഷയിൽ എത്ര തവണ ശ്രമിച്ചിട്ടും 8ഉം 9ഉം തവണ OIT IELTS പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോകുന്ന അവസ്ഥ. തങ്ങളുടെ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ ഗ്രേസിലാണ് പിന്നീട് നമുക്ക് വിജയം ലഭിക്കുക എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ചാൻസിൽ തന്നെ ജയിച്ചു പോകുന്നത്. അതിനും ഒരു പ്രത്യേക കാരണമുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മളുടെ മെറിറ്റിൽ മാത്രം കാര്യങ്ങൾ നടന്നു പോകണമെന്നില്ല, ദൈവത്തിൻ്റെ ഗ്രേസ് കൂടി വേണ്ടിവരും. ആ ഘട്ടത്തിലാണ് കൃപാസന മാതാവ് ഇടപെടുന്നത്, അങ്ങനെ പരീക്ഷകൾ വിജയിക്കുന്നത്. അതുപോലെ തന്നെ പലതരം രോഗങ്ങൾ യാതൊരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ രോഗങ്ങൾ മാറിയിട്ടുള്ള എത്രയോ ചരിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സിസ്റ്റർ കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഉടമ്പടിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്, ചെറിയ ക്ലാസ്. അതായത് ഉടമ്പടി തൈലം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, വിളക്കിൽ അത് ഒഴിച്ച് എങ്ങനെയാണ്
കത്തിച്ച് ബാക്കി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ആ കന്യാസ്ത്രീ ഇതിൽ ചെറിയ വിവരണം നൽകുന്നത്. ഇത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും കൂടാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങോട്ടേക്ക് കടക്കും മുമ്പ് ആ കന്യാസ്ത്രീ പറഞ്ഞ പോലെ ടോക്കണെല്ലാം കയ്യിൽ എടുത്തു വയ്ക്കുക, അതുപോലെ ഉടമ്പടി പുസ്തകം എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ തിക്കും തിരക്കും കൂട്ടിയിട്ട് കാര്യമില്ല. അവർ പറയുന്നത് കേട്ട് അതുപോലെ അനുസരിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസം കൂടാതെ നമുക്ക് ഉടമ്പടി എടുത്ത് പോകാൻ കഴിയും. പലപ്പോഴും പല ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്ന് അവരോടും ഇവരോടൊക്കെ സംശയങ്ങൾ ചോദിച്ചു വരുമ്പോൾ ആകെ പ്രശ്നങ്ങളായിരിക്കും. ഒരാൾ നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ യാതൊരു പ്രയാസം കൂടാതെ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ അവിടെ വെഞ്ചരിച്ച ആ തൈലവും കാശുരൂപവും ആയിട്ടുള്ള ചെറിയ ഒരു പ്ലാസ്റ്റിക് കൂട് അവർക്കെല്ലാവർക്കും ഓരോന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് അവർ ആ 7 നിലവിളക്കുകളിൽ ഓരോ തിരി അല്പം തൈലം ഒഴിച്ച് കത്തിക്കുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും നിലവിളക്കിൽ ഓരോ തിരി കത്തിച്ചതിന് ശേഷമാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ എടുക്കുന്നത്. അതിനുശേഷം ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകും. ഇതാണ് കൃപാസനത്തിലെ ഈ ഉടമ്പടിയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഉടമ്പടി 30 ദിവസത്തേക്കാണ്. ആ 30 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഉടമ്പടി പത്രിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെഴുകുതിരി വാങ്ങി പോകാൻ സാധിക്കും. ഉടമ്പടി പത്രിക കൊണ്ടുവരണം നമുക്ക് വെഞ്ചരിച്ച മെഴുകുതിരി കിട്ടണമെങ്കിൽ. 90 ദിവസത്തേക്കാണ് ഒരു ഉടമ്പടിയുടെ കാലാവധി. അപ്പോൾ നമുക്ക് മെഴുകുതിരി കഴിയുന്നതിനനുസരിച്ച് മാസത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് വെഞ്ചരിച്ച മെഴുകുതിരി വാങ്ങി പോകാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകം ഉടമ്പടി പത്രം കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ അത് തരികയില്ല. പുറമെ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് പുറമെ കുറേ സ്റ്റാളുകളിൽ മെഴുകുതിരികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒന്നും വെഞ്ചരിച്ച മെഴുകുതിരികളല്ല. ഈ പറഞ്ഞ പോലെ പച്ച നീല ഒക്കെ കളറിലുള്ള തിരികളാണ് എന്നുണ്ടെങ്കിലും അതൊന്നും വെഞ്ചരിച്ചതല്ല. വെഞ്ചരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഉടമ്പടി പത്രിക ഇവിടെ കൊണ്ടുവരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറന്നു എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയ ഒരു കാരണമല്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓരോ തവണ നമ്മൾ മെഴുകുതിരി വെഞ്ചരിച്ച് കിട്ടണമെങ്കിൽ അതും മാസത്തിൽ ഒരിക്കലേ കിട്ടുകയുള്ളൂ. അതിന് നമ്മൾ ആ പച്ച കളറിലുള്ളതോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ളതായിട്ടുള്ള ആ ഉടമ്പടി പത്രിക കൊണ്ടുവരണം. അതിൽ അവർ എഴുതും, നമ്മൾ മെഴുകുതിരി വാങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ അവർ നോട്ട് ചെയ്യും. അതിനും കൂടിയിട്ടാണ് നമ്മൾ അത് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം അത് ഓൺലൈനിലായിട്ടെങ്കിലും നമ്മൾ കൂടേണ്ടത് അത്യാവശ്യമാണ്. അതിലൂടെയാണ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട പ്രഭാഷണം കേൾക്കാൻ സാധിക്കുക. അതുപോലെ കഴിയുന്നവർ ഉപവാസം എടുക്കുക. ഇങ്ങനെയുള്ള സഹന പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഉടമ്പടിക്ക് വേഗത കൂടുതലാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ഉടമ്പടിയെ സമീപിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ സൗഖ്യവും ലഭിക്കുക. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധയോടുകൂടി മനസ്സിൽ വയ്ക്കുക. ഇതിപ്പോൾ ഉടമ്പടി 2ാം വട്ടം പുതുക്കിയവർ നിലവിളക്കിൽ തിരി തെളിയിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. 2 പേർ വീതം നിലവിളക്കിൽ തിരി തെളിയിക്കും. അതിനുശേഷം നിത്യാരാധന കേന്ദ്രത്തിൽ ചെന്ന് പ്രാർത്ഥനയോടുകൂടി ഉടമ്പടി പുതുക്കി പോകുന്ന ഒരു ചടങ്ങാണത്.
സാധിക്കുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഉടമ്പടിക്ക് വരുമ്പോൾ ഉപവാസം എടുക്കുന്നത് വളരെ അത്യുത്തമമാണ്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കുക. അരമണിക്കൂറെങ്കിലും ബൈബിൾ ദിവസം വായിക്കണം എന്നാണ് പറയുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ബൈബിൾ വായിച്ചിരിക്കണം. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാലത്ത് നീല തിരി കത്തിച്ചാണ് ചെല്ലേണ്ടത്. കാലത്ത് പുലർച്ചെ 5:30 എഴുന്നേറ്റ് അത് ചെല്ലണം. കൃപാസനം സായാഹ്ന പ്രാർത്ഥന നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ശേഷം, എല്ലാ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പച്ച തിരി കത്തിച്ച് കൃപാസനം സായാഹ്ന പ്രാർത്ഥന ചെല്ലേണ്ടത്. ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ ദൈവത്തോട് അല്പം അടുത്ത് ചേർന്ന് നിൽക്കുവാൻ ഒരു ചെറിയ സഹനം എന്ന രീതിയിലാണ് അച്ഛൻ ഓരോ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഫ്രാൻസിസ് സേവ്യറുടെ ഒരു പുതിയ ഒരു തിരുസ്വരൂപമാണ്. ഇത് ഈ അടുത്താണ് സ്ഥാപിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള കൗണ്ടറുകൾ ഉള്ള സ്ഥലം. അതിന് മുൻപായിട്ട് കൃപാസനം പരിശുദ്ധ മാതാവിൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൃപാസന മാതാവിൻ്റെ ആ അത്ഭുത തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നത്തോടു കൂടിയ ഒരു രൂപമാണ് ഇവിടെ കാണുക. ഇവിടെയാണ് ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ കൗണ്ടറുകളാണ് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ളത്, ഉടമ്പടി എടുക്കാനുള്ളത്. ഈ 2 കൗണ്ടറുകൾക്ക് ഇടയിലായിട്ട് ഒരു ചെറിയ ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിലാണ് കൃപാസനം പത്രങ്ങൾ ലഭിക്കുക. ഈ കാണുന്ന ഇടനാഴിയിലാണ് കൃപാസനം പത്രങ്ങൾ ലഭിക്കുക. അതിന് തൊട്ടടുത്തായിട്ട് ഒരു കിണറുണ്ട്. കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അത്ഭുത കിണറാണ്. ആ കിണറിന് മുകളിൽ ഒരു കൽബലിനയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ആ കിണറ്റിലെ വെള്ളം ഇപ്പോഴും നമ്മൾ തീർത്ഥജലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അത് വീടുകളിലേക്ക് വെഞ്ചിരിച്ച് ആ തീർത്ഥജലം കൊണ്ടുപോകുന്നുണ്ട്, കുടിക്കുന്നവരുമുണ്ട്. ഇതാണ് കൃപാസനം ഉടമ്പടി പത്രം ലഭിക്കുന്ന ആ കൗണ്ടർ. അവിടെ നിന്ന് നമുക്ക് കൃപാസനം ഉടമ്പടി പത്രങ്ങൾ വാങ്ങാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ വളണ്ടിയേഴ്സായിട്ട് പലരും ഉണ്ട്, അവരോട് ചോദിക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് കരുതി നമ്മൾ പരിഭ്രമിക്കേണ്ട യാതൊരു പ്രശ്നങ്ങളുമില്ല. പരിഭ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നുള്ള ചിന്തകൾ കയറി ആകെ ബേജാറാവും. അതിൻ്റെ ആവശ്യമില്ല. എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പലർക്കും ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ തോന്നും. ഇത്ര സ്ട്രിക്റ്റ് ഇവിടെ എന്തിനാണ്? ഇത്ര സ്ട്രിക്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇതെന്താ ദൈവത്തിൻ്റെ കാര്യമല്ല? ഈ ദൈവത്തിൻ്റെ കാര്യത്തിന് ഇങ്ങനെ കടുംപിടുത്തം വേണോ? അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവർക്കെല്ലാം അവർക്ക് വേണ്ടതായ സർവീസുകളെല്ലാം വ്യക്തമായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ്. കടുംപിടുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ കാലത്ത് വന്നവർ പോലും വൈകിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ടാണ് ചില ഡിസിപ്ലിൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കി ആ വളണ്ടിയേഴ്സിനോട് നമ്മൾ അനുതാപപൂർവ്വം പെരുമാറണം. പലരും പറയും വളണ്ടിയേഴ്സ് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്, ഒരു മനുഷ്യത്വമില്ല. അത് ഇല്ലാതെ കണ്ടല്ല, അവരത്രമാത്രം ആൾക്കാരോടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വായിൽ വെള്ളം വറ്റിയിട്ടും മനസ്സിലാകാതെ ആൾക്കാർ പെരുമാറുന്നത് കാണുമ്പോൾ അവർ മനുഷ്യർ തന്നെയല്ലേ. അതുകൊണ്ട് നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് വിധേയപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറി നോക്കിയാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അവിടെ നമ്മൾ വലിപ്പച്ചർമ്മ നോക്കരുത്. നമ്മളുടെ അധികാരം കാശിൻ്റെ
ഉം, എന്താ പറയുക, ധാരാളിത്തമൊന്നും അവിടെ നമ്മൾ കാണിക്കരുത്. ഇവിടെ വരുന്നവർ രോഗികളായാലും രോഗമില്ലാത്തവരായാലും മാനസിക വ്യതകൾ വരുന്നതും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ വിഷമിച്ച് വരുന്നവരും എല്ലാവരും തുല്യരാണ്. മാതാവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ എല്ലാവരും മാതാവിൻ്റെ മക്കളാണ്. അവിടെ ധനവാനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള യാതൊരു വ്യത്യാസങ്ങളും ഇവിടെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മുടെ അഹംഭാവം അത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നീക്കി പോകും. അതിന് പ്രത്യേകം നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലതവണ ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ള എൻ്റെ ആ അനുഭവം വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ചെരുപ്പ് ഊരിയിട്ട് പോവുക. നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ആ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്തും ചെരുപ്പിട്ട് ഉപയോഗിച്ച് പോകുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക. അപ്പോൾ ദൈവം നമ്മോടും വിശ്വസ്തത കാണിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കാര്യങ്ങൾ അല്പമെങ്കിലും വ്യക്തമാവാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും.